പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ധനമോഹം വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ച് കവി പറയുന്നുണ്ട്. യാഗങ്ങൾ ചെയ്യുന്നത് ദൈവപ്രീതിക്കായിട്ടല്ല, അഗ്നിഹോത്രം തുടങ്ങിയവയിലൂടെ അവർ സമർത്ഥമായി ധനാഗമത്തിനുള്ള മാർഗങ്ങൾ തേടുകയാണ്. പണം സമ്പാദിക്കാനായി പല വഴികളുണ്ട്. എണ്ണമില്ലാത്ത സ്വർണവും നവരത്നങ്ങളും വിറ്റഴിക്കുകയും ആനകളെയും കുതിരകളെയും കച്ചവടം നടത്തുകയും കപ്പൽ വഴിയുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്ത് അവർ പണം നേടിയെടുക്കുന്നു. പണക്കൊതി മൂത്ത് ദുഷ്ടപ്രവൃത്തികൾ ഏർപ്പെടുകയും ധൂർത്തന്മാരായി മാറുകയും ചെയ്യുന്നു. എത്ര തന്നെ പണം കിട്ടിയാലും അവർക്ക് മതിയാവുന്നില്ല. 10 പണം കിട്ടിയാൽ 100 കിട്ടാനുള്ള വഴി തേടുന്നു. 100 കിട്ടിയാൽ 1000 ആക്കാനും 1000-നെ 10,000 ആക്കാനുമുള്ള അത്യാഗ്രഹത്തിലാണ് അവർ. ധനം എത്രയധികം സമ്പാദിച്ചാലും ആളുകൾക്ക് ഒരു തരത്തിലും തൃപ്തിയാവുന്നില്ല. 10 കിട്ടിയാൽ അതിനെ 100 ആക്കണമെന്നും 100-നെ 1000 ആക്കാനും 1000-ത്തെ 10,000 ആക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ആശയാകുന്ന പാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കെട്ടുപാടുകളിൽ പിണഞ്ഞു പോവുകയാണ് മർത്യജീവിതം. മനുഷ്യർ ആവശ്യത്തിന് വേണ്ടി ഇരുന്നാൽ പോലും അല്പം പോലും നൽകാത്ത ദുഷ്ടന്മാരുണ്ട്. മരണസമയത്ത് ഉടുതുണി പോലും കൊണ്ടുപോകാൻ കഴിയില്ലെന്നും അവർ അറിയുന്നതേയില്ല. പശ്ചാത്താപം എന്നത് ആളുകൾക്ക് തീരെയില്ല. അവർ നിരന്തരം വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടിരിക്കുന്നു. ധനമോഹിതരാകുമ്പോൾ സത്യത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതിനിടയിലുള്ള സജ്ജനങ്ങളാവട്ടെ സത്യം ബ്രഹ്മവും ബ്രഹ്മം സത്യവുമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ ചിലർ വിദ്വാൻമാരായി നടിക്കുകയാണ്. അത് കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതക്ക് തുല്യമാണ്. അവരുടെ കയ്യിലുള്ള വിദ്യ കഴുതയുടെ ചുമലിലെ കുങ്കുമം പോലെയാണ്. കഴുതക്ക് കുങ്കുമത്തിൻ്റെ ഗുണങ്ങൾ അറിയില്ല. അതുപോലെ വിദ്യയുടെ മഹത്വം അറിയാത്തവരാണ് പല വിദ്വാൻമാരും. മനസ്സിൽ ഉത്കൃഷ്ട ഭാവങ്ങൾ വേരൂന്നുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിദ്യയ്ക്ക് അവകാശിയായി തീരുന്നത്. അല്ലാത്തവർ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെയാണ്.